തിരുവനന്തപുരം മണ്ഡലത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ ഒരു ഭാഗത്ത് മാത്രമാണ് ആയത്. UDFിൽ CP ജോണാണ് സ്ഥാനാർത്ഥി എന്നത് പ്രഖ്യാപനം വന്നു. തിരുവനന്തപുരം മണ്ഡലം ഒരേപോലെ ഇടതുമുന്നണിയും ഒരേപോലെ തന്നെ UDFും ഒരേപോലെ BJPയും പ്രതീക്ഷിക്കുന്ന മണ്ഡലവുമാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് LDFിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവാത്തത്, BJPക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാത്തത്? രണ്ടു കൂട്ടരും ആലോചിച്ചു നിൽക്കുകയാണ്. മറുകൂട്ടരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷമാവട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു നിൽക്കുകയാണ്. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും മത്സരചിത്രം ഏറെക്കുറെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ മൂന്ന് പേരും ഒരേപോലെ പ്രതീക്ഷിക്കുന്ന മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഈ മൂന്ന് മുന്നണിയിൽ രണ്ട് മുന്നണിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നില്ല. അങ്ങനെ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. ആ ഒരു കൗതുകമുണ്ട്. എന്തായാലും നാളെ കൊണ്ട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ള പ്രതീക്ഷയാണ് ഇടതുമുന്നണി പ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയും നാളെ അയക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്. അതിൽ കുമ്മനം രാജശേഖരൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വന്നേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ട്. അതല്ല, കരമന ജയൻ തന്നെയാവും സ്ഥാനാർത്ഥി എന്നും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ മണ്ഡലത്തിൻ്റെ ഈ മണ്ഡലം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നത് എന്നറിയാൻ ആ മണ്ഡലത്തിൻ്റെ മുൻകാല ചരിത്രവും അതിൻ്റെ വോട്ട് നിലയും ഒക്കെ ഒന്ന് പരിശോധിക്കാം. ആദ്യം തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരായിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന MLA-മാർ എന്നതുകൂടി നോക്കാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ 2006-ൽ V. ശിവൻകുട്ടിയായിരുന്നു MLA ആയിരുന്നു. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച V. ശിവൻകുട്ടിയായിരുന്നു. 2011-ൽ അത് VS ശിവകുമാർ മണ്ഡലം പിടിച്ചെടുക്കുന്നു. 2011-ൽ അദ്ദേഹം VS ശിവകുമാർ മണ്ഡലത്തിൽ ജയിക്കുകയും മന്ത്രിയാവുകയും ആരോഗ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്തതാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയാവുകയും ഒക്കെ ചെയ്തതാണ്. VS ശിവകുമാറിൻ്റെ മണ്ഡലമായിരുന്നു. 2011-ലും 2016-ലും VS ശിവകുമാർ മണ്ഡലത്തിൽ നിന്ന് മെച്ചപ്പെട്ട വിജയം തന്നെയാണ് നേടിയത്. മികച്ച വോട്ടിൻ്റെ മാർജിൽ തന്നെയാണ് അദ്ദേഹത്തിന് രണ്ട് തവണയും ആ മണ്ഡലം നിലനിർത്താനായത്. 2021-ലാണ് കഴിഞ്ഞ തവണ ആന്റണി രാജുവിനോട് അനായാസമായി വിജയിക്കാൻ ശിവകുമാറിന് കഴിയുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നിന്ന മണ്ഡലത്തിൽ ആന്റണി രാജുവിനോട് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. അങ്ങനെയാണ് ആന്റണി രാജു തിരുവനന്തപുരത്ത് ഇടതുമുന്നണിക്ക് വേണ്ടി അവിടെ ഒരു വിജയം ഉറപ്പാക്കുന്നു. ആന്റണി രാജു സമാനമായ രീതിയിലേക്ക് പിന്നീട് മന്ത്രിസഭയിൽ പകുതി കാലത്തേക്ക് മന്ത്രിസഭയിലെത്തുന്നു, മന്ത്രിയൊക്കെ ആവുന്നു. അതിൻ്റെ വോട്ടിൻ്റെ കണക്കുകൾ കൂടി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2011-ലെ കണക്കെടുത്തു കഴിഞ്ഞാൽ 2011-ൽ LDF നേടിയ വോട്ട് 49,122 വോട്ടുകളായിരുന്നു. അന്ന് UDFിന് കിട്ടിയത് 43,770 വോട്ടാണ്. NDAക്ക് അന്ന് 11,519 വോട്ട് മാത്രമേ ഉള്ളൂ. NDA അന്നൊരു നിർണായക ശക്തിയായി 2011-ൽ മാറുന്നില്ല. ആ സമയത്ത് 5,352 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അന്ന് 2,532 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിക്കുന്നത്. VS ശിവകുമാറിൻ്റെ വിജയം ഉണ്ടാകുന്നത്. അതിനുശേഷം വീണ്ടും 2016-ലേക്ക് വരുന്നാൽ 2016-ൽ LDFിന് 35,569 വോട്ട് കിട്ടുമ്പോൾ UDFിന് 46,474 വോട്ട് കിട്ടുന്നു. 34,764 വോട്ട് അന്ന് NDAക്ക് ലഭിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട പ്രത്യേകത 2014-ലെ തെരഞ്ഞെടുപ്പിലാണ് തിരുവനന്തപുരത്ത് O. രാജഗോപാൽ മത്സരിക്കുകയും തിരുവനന്തപുരത്ത് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ഭൂരിപക്ഷം നേടുകയും പക്ഷേ വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാന നിമിഷം വരെ ക്രിക്കറ്റിൻ്റെ ഫൈനലിലേക്ക് അവസാന പന്തിൽ ത്രസിപ്പിക്കുന്ന വിജയം എന്നൊക്കെ പറയുന്നത് പോലെ അന്നാണ് ശശി തരൂർ തീരദേശ മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 4 ഭൂരിപക്ഷം O. രാജഗോപാൽ നേടുമ്പോൾ 3 ഭൂരിപക്ഷം കൊണ്ട് അവിടെ അതിനെ മറികടന്നുകൊണ്ട് ശശി തരൂർ വിജയിക്കുന്നത്. അതിനുശേഷമാണ് തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് നേമം കേന്ദ്രീകരിച്ചൊക്കെ വലിയ തോതിലേക്ക് കഴക്കൂട്ടം കേന്ദ്രീകരിച്ചൊക്കെ BJPയുടെ ഒരു വളർച്ച ഉണ്ടാകുന്നത്, BJP വോട്ട് ബാങ്ക് വളരുന്നത്. അത് 2021-ലും വ്യക്തമാണ്. 2021-ലും 48,748 വോട്ട് LDFിന് നേടുമ്പോൾ 41,659 വോട്ട് UDFിനും 34,996 വോട്ട് NDAക്ക് ലഭിക്കുന്നു. 30,000-ന് മേൽ വോട്ട് ലഭിക്കുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി അത് നിൽക്കുകയാണ്. നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം കൂടി ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ രീതിയിൽ വിധി എഴുതുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലം. ആ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ 2014-ൽ 1,808 വോട്ടിന് NDA മുന്നിലായിരുന്നു. O. രാജഗോപാൽ മത്സരിക്കുമ്പോഴാണ് 1,808 വോട്ടിൽ NDA ഒന്നാം സ്ഥാനത്ത് വന്ന സ്ഥലമാണ് തിരുവനന്തപുരം മണ്ഡലം എന്ന് ആലോചിക്കണം. അന്ന് 2ാം സ്ഥാനത്ത് കോൺഗ്രസും 3ാം സ്ഥാനത്തേക്ക് LDFും പോകുന്ന അവസ്ഥയുണ്ടായി.
2019 വരുമ്പോൾ അവിടെ UDF അതിൻ്റെ ഒരു പ്രതാപം തിരിച്ചു പിടിക്കുകയാണ്. 2019 അന്ന് 14,200 വോട്ടിന് ശശി തരൂർ മുന്നിൽ വരുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും NDAക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ വ്യക്തമായൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ 14,200 വോട്ടിന് UDF മുന്നിൽ വരുന്നു. 2024 എത്തുമ്പോഴേക്കും പക്ഷേ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം ഈ 14,000-ൽ നിന്ന് 4,541-ലേക്ക് കുറയുന്നുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്. ഇനി നമുക്ക് ഏറ്റവും പുതിയ കണക്കെന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇതിൽ എങ്ങനെയായിരുന്നു മൂന്ന് മുന്നണികൾക്കും ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് സാധ്യതകൾ എന്നതുകൂടി പരിശോധിക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മുന്നിലെത്തിയത് LDF ആണ്. 48,748 വോട്ടുകൾ നേടി 7,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF അവിടെ മുന്നിലെത്തുന്നു. അവിടെ രണ്ടാം സ്ഥാനത്ത് അന്ന് UDF ആണ് നിൽക്കുന്നത്. 41,659 വോട്ട്. NDA അപ്പോഴും അവരുടെ മെച്ചപ്പെട്ട പ്രകടനം തന്നെ നിയമസഭയിലേക്ക് കാഴ്ചവെക്കുന്നു. 34,996 എന്ന് പറയുന്ന വളരെ മെച്ചപ്പെട്ട ഒരു പ്രകടനം NDA കാഴ്ചവെക്കുന്നു. അതിനുശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെ വരുമ്പോൾ മത്സരചിത്രം ആകെ മാറുകയാണ്. ഒന്നാം സ്ഥാനത്ത് നിന്ന LDF അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളുന്നത്. 48,748-ൽ നിന്ന് 27,000-ലേക്ക് ഏകദേശം 20,000 വോട്ടിൻ്റെ കുറവിലേക്ക് LDF എത്തുന്നു. ആ കുറവിൽ 20,000 വോട്ട് LDFന് കുറയുമ്പോൾ അതിലെ ഒരു ഭാഗം കിട്ടുന്നത് 41,000 ശിഷ്ട വോട്ട് കിട്ടിയിരുന്നത് 48,000-ലേക്ക്, ആ 20,000 വോട്ടിൽ ഏകദേശം 7,000-ഓളം വോട്ട് കിട്ടുന്നത് UDFനാണ്. അതോടൊപ്പം തന്നെ NDA കൊണ്ടൊക്കെ നേട്ടം അതിലും വലുതാണ്. NDA ഏകദേശം 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലീഡ് NDAയും അവിടെ നിന്ന് സ്വന്തമാക്കുന്നു. LDF മൂന്നാം സ്ഥാനത്തും UDF ഒന്നാം സ്ഥാനത്തും NDA രണ്ടാം സ്ഥാനത്തും എന്നതിലേക്ക് വരുന്നു. LDF ആയിരുന്നു നിയമസഭയിൽ ഒന്നാം സ്ഥാനത്ത് ആലോചിക്കണം. ഏറ്റവും അവസാനം നടന്നത് അവിടുത്തെ തദ്ദേശ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് BJP അധികാരത്തിലേറിയ ഒരു സ്ഥലമാണ് എന്നത് ആലോചിക്കണം. പൂർണ്ണമായും കോർപ്പറേഷൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയത് LDF ആണ്. LDF 40,796 വോട്ട് നേടി LDF ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയ LDF വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടി അത്ര വിജയം നേടാനായില്ലെങ്കിലും 40,000-ലേക്ക് അവർ നില മെച്ചപ്പെടുത്തുന്നു. 34,450 വോട്ടുമായി NDA രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. മൂന്നാം സ്ഥാനത്തേക്കാണ് UDF എത്തുന്നത്. അത് 33,544. ഇതാണ് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച ഏകദേശ ചിത്രം. എന്തായാലും തിരുവനന്തപുരത്തെ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് മുന്നണികളും തിരുവനന്തപുരത്ത് ആരാവണം എന്നുള്ള ഒരു ആകാംക്ഷയിൽ എതിർ മുന്നണിയുടെ തീരുമാനം CPM-ൻ്റെ ആരാവണം എന്നതറിഞ്ഞിട്ട് BJPയുടെ ആരാവണം എന്നറിഞ്ഞിട്ട് CPM ഒക്കെ ആ ഒരു തന്ത്രപരമായ നിലപാടിലേക്ക് നിൽക്കുന്നത്. CPM സീറ്റ് ഏറ്റെടുക്കുകയല്ല, അത് ആന്റണി രാജുവിന് CPM ഏറ്റെടുക്കാൻ ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ ആന്റണി രാജുവിന് പറയുന്ന ആൾക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഇടതു മുന്നണി നിൽക്കുന്നത്. വരുന്ന മണിക്കൂറുകളിലോ നാളെയോ ആ സീറ്റിൽ അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സുപ്രധാനമായ മറ്റൊരു ഇലക്ഷൻ അപ്ഡേറ്റ് കൂടിയുണ്ട്. 2020 സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ലക്ഷ്മി പ്രിയയ്ക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ആളിന് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളത് ഈ തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വെച്ചെങ്കിലും പരിശോധിക്കേണ്ടതായിരുന്നു. അന്ന് ആ തരത്തിലേക്ക് കോഴിക്കോടൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന്. ഇപ്പോൾ 2020യും അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റോഡ് ഷോ അടക്കം മാറ്റി വെച്ചിരിക്കുകയാണ്. 2020യെ പോലെ പ്രൊഫഷണലായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് എന്നത് ആലോചിക്കണം. ഈ പ്രൊഫഷണലിസം കൊണ്ടൊന്നും പ്രായോഗിക രാഷ്ട്രീയത്തിൽ എത്രത്തോളം അവർ മുന്നേറാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യം, പ്രായോഗികമായ ചോദ്യം കൂടി ഉന്നയിക്കുകയാണ്. ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവതരിപ്പിക്കുന്നു, റോഡ് ഷോ പ്രഖ്യാപിക്കുന്നതിന് ശേഷമാണ് അറിയുന്നത് ഈ സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടികയിലെ പേരില്ലാത്ത ആളെയാണ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നതെന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.